വരുൺ, പ്രിയങ്ക കഴിഞ്ഞ ദിവസം എപ്പോഴായി ഈ വീട് വിട്ടുപോയത്? കൃത്യമായിട്ട് അറിയില്ല സർ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവിടെ പ്രിയങ്ക ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വിളിച്ചിരുന്നു. അപ്പോഴാ ആളിവിടെ ഇല്ല കാര്യം ബോധ്യമായത്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? സർ, അത് ഈ ദാമ്പത്യത്തിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാ. വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വേണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വീട് വിട്ടിറങ്ങാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലേ? ഈ വീട്ടിലോ ഇതുമായി ബന്ധപ്പെട്ടോ പ്രിയങ്കയോട് അതിശക്തമായി വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? ഐ മീൻ, ഈ കൊല്ലാനുള്ള വൈരാഗ്യമുള്ള ആരെങ്കിലും? എന്താ സാർ ഇത്? പ്രിയങ്ക കൊല്ലപ്പെട്ടത് പുറത്തു വച്ചല്ലേ? ആ കൊലയാളികളെ കണിമംഗലത്ത് വന്നാണോ സാർ അന്വേഷിക്കുന്നത്? അന്വേഷണത്തിന്റെ റൂട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ എനിക്ക് ക്ലാസ് എടുത്ത് തരണ്ട. വരുൺ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നല്ലേ? നിങ്ങൾ പ്രിയങ്കയെ തല്ലാറുണ്ടായിരുന്നോ? തല്ലിയിട്ടുണ്ട്. ചിലപ്പോൾ അവള് ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തല്ലിപ്പോകും സാർ. ഈ സ്ത്രീകളുടെ നാവെന്ന് പറയുന്നത് ഒരു മിന്നൽ പോലെയാ. ഒറ്റ വാക്ക് അതിൽ നിന്ന് പുറപ്പെട്ടാൽ മതി, ചിലപ്പോൾ നമ്മുടെ സകല നാടിയും കത്തിച്ചു കളയും. ചന്ദ്രശേഖരന്റെ അറിവുകളെ ഞാൻ പിന്നെ ചോദ്യം ചെയ്തോളാം. ഈ വീട്ടിൽ CCTV ഇല്ലേ? ഉണ്ട് സർ. പക്ഷെ കുറെ നാളായിട്ട് കംപ്ലൈന്റാ. അതെന്ത് പറ്റി? നിങ്ങളെപ്പോലുള്ള ഒരു കുടുംബത്തിൽ അതങ്ങനെ കംപ്ലൈന്റ് ആയി കിടക്കാൻ പാടില്ലല്ലോ. ടെക്നീഷ്യന്മാരെ കിട്ടണ്ടേ സാർ? ആദ്യം കുറച്ച് തവണ വിളിച്ചു, പിന്നെ അവര് വരാതിരുന്നതുകൊണ്ട് പിന്നെ അകത്തൊരു ക്യാമറയുണ്ട്, അത് മാത്രമേ ഇപ്പൊ വർക്ക് ചെയ്യുന്നുള്ളൂ.